ഹലോ വെൽക്കം വ്യൂവേഴ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഏത് സിനിമയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നാൽ 2012 പുറത്തിറങ്ങിയ എബൌട്ട് ജെറി എന്ന സിനിമയാണ് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ വൺ ലൈൻ സ്റ്റോറി എങ്ങനെയാണെന്നാൽ, ഒരു പെൺകുട്ടിക്ക് വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് അവൾ ഒരു അഡൽട്ട് സിനിമയിൽ അഭിനയിക്കുകയാണ്. എന്നാൽ അവൾക്ക് അതിനുശേഷം വരുന്ന ഓരോരോ പ്രശ്നങ്ങളും അതിനെക്കുറിച്ചുമാണ് ഈ ഒരു കഥ പറയുന്നത്. നമുക്ക് വിശദമായിട്ട് ഈ ഒരു സിനിമ എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇത് 18+ കണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ 18 വയസ്സിന് താഴെയുള്ളവർ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ കാണരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ അക്ബർ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് A51 മീഡിയ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിനി നമ്മുടെ വിദേശത്തൊക്കെ അലക്കാനായിട്ട് ഒരു പ്രത്യേകം തരം ഒരു ഷോപ്പ് ഉണ്ടാകും. അവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവളെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ഹീറോയിനിയുടെ അമ്മ വെള്ളം അടിച്ച് വാള് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയം നമ്മുടെ നായികയുടെ സ്റ്റെപ്പ് ഫാദർ അയാൾ വന്നിട്ട് രണ്ടുപേരെയും നല്ല വക്കാണം പറഞ്ഞിട്ട് അയാളുടെ പാട് നോക്കി പോവുകയാണ്. പക്ഷെ ഇതൊന്നും സഹിക്കാൻ വയ്യാതെ നമ്മുടെ ഹീറോയിന് ചെറുപ്പം തൊട്ടേ ഫ്രണ്ടായിരുന്ന ഒരു ഫ്രണ്ടിനെയും കൂട്ടി ക്ലബിൽ പോവുകയാണ്. അവിടെ നമ്മുടെ നായികയുടെ ബോയ് ഫ്രണ്ട് ജോലി ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും അവിടെ നിന്ന് പുറപ്പെട്ട് നമ്മുടെ ബോയ് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി റൊമാൻറ്റിക് ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബോയ് ഫ്രണ്ട് നായികയോട് ചോദിക്കുന്നുണ്ട്, എത്ര കാലമാണ് നീ മറ്റുള്ളവരുടെ ഡ്രസ്സുകൾ അലക്കിക്കൊണ്ട് നടക്കുന്നത്? നിനക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തരാം. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് പുതിയതായിട്ട് ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അതിന് ഇപ്പോൾ നീ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അതിൽ നീ പോയി നിന്നാൽ $500 അവൻ നിനക്ക് ശമ്പളമായി തരും. അതിന് നീ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. എന്താണെന്നാൽ നീ ബിക്കിനിയിൽ ഫോട്ടോയ്ക്ക് പോസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ബോയ് ഫ്രണ്ട് പറഞ്ഞപ്പോൾ നമ്മളുടെ നായികയ്ക്ക് ദേഷ്യം വന്നിട്ട് അവൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മുടെ നായികയ്ക്ക് ഒരു അനിയത്തി കൂടിയുണ്ട്. രാത്രി അനിയത്തിയോട് കൂടെ കിടക്കുന്ന സമയത്ത് ബോയ് ഫ്രണ്ട് പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ആയതും നമ്മുടെ നായിക നേരെ ആ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ബോയ് ഫ്രണ്ടിന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അവനോട് ചോദിക്കുകയാണ് നമ്മളുടെ നായിക, ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അവിടെ നിന്ന് പറയുകയാണ്, അതെ നടക്കുന്നുണ്ട്. നീ ഡെയിലി വന്നാൽ നിനക്ക് ഡെയിലി ഞാൻ $500 വെച്ച് തരുമെന്ന് ആ ഒരു പയ്യൻ പറയുകയാണ്. അപ്പോൾ നായിക പറയുന്നുണ്ട്, എനിക്ക് ഡെയിലി എല്ലാം വരാൻ പറ്റില്ല, എനിക്ക് അർജന്റായി $500 ആവശ്യമുണ്ട്. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ $500 തരാം, പക്ഷെ നീ നൗഡായിട്ട് എനിക്ക് ഫോട്ടോസ് എടുക്കാൻ അനുവദിക്കണം എന്ന് ആ ഒരു പയ്യൻ പറയുകയാണ്. നമ്മുടെ നായിക ഡ്രസ്സെല്ലാം അയച്ചിട്ട് ഒരു സോഫ സെറ്റ് കിടക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ആ ഒരു പയ്യൻ ക്യാമറ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. ഇതേ സമയത്താണ് ബോയ് ഫ്രണ്ടും ഇവിടേക്ക് വരുന്നത്. ബോയ് ഫ്രണ്ട് വന്നതും ദേഷ്യത്തിൽ അവൻ അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇനി ചെയ്തതൊക്കെ മതി, ഇനി ചെയ്യാൻ നിൽക്കണ്ട, എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന്. പക്ഷെ നമ്മുടെ നായിക അതൊന്നും മൈൻഡ് വെക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ നായിക എന്താണ് ചെയ്തെന്നാൽ, നായികയ്ക്ക് ചെറുപ്പം തൊട്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ഫ്രണ്ടിനെ ചോദിക്കുകയാണ്, നമുക്ക് സാൻ ഫ്രാൻസിസ്കോയിൽ പോയാലോ എന്ന്. അപ്പോൾ അതിന് ശവനും സമ്മതിക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ നായിക സമ്പാദിച്ച ആ ഒരു $500 എടുത്തിട്ട് വീട്ടിൽ ആരോടും പറയാതെ ഫ്രണ്ടിനൊപ്പം സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകുകയാണ്. പോയിട്ട് അവിടെ രാത്രി ഒരു ലോഡ്ജ് എടുത്ത് രണ്ടുപേരും അവിടെ സുഖമായിട്ട് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു വീട് അന്വേഷിച്ച് രണ്ടുപേരും ഒരു പയ്യനെ സമീപിക്കുകയാണ്. ആ ഒരു പയ്യൻ നല്ലൊരു വീട് അവർ കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു പയ്യൻ തന്നെയാണ് ആ വീടിന്റെ ഓണറും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ നായികയും ഫ്രണ്ടും താമസിച്ചിട്ട് ജോലി ചെയ്യാൻ പോകുന്നത്. അന്ന് രാത്രി നമ്മുടെ നായിക വീട്ടിലെ അമ്മയ്ക്ക് വിളിച്ചിട്ട് സാൻ ഫ്രാൻസിസ്കോയിൽ വന്ന കാര്യം പറയുകയാണ്. എന്നാൽ അമ്മ നല്ല പൂരത്തെറിയാണ് നായികയെ പറയുന്നത്. ആ ഒരു സീൻ കഴിഞ്ഞ് നമ്മുടെ നായിക ജോലി കിട്ടാൻ കുറെ അന്വേഷിക്കുകയാണ് ജോലിക്ക് വേണ്ടി. പക്ഷേ കിട്ടുന്നില്ല. അവസാനം അവൾക്കൊരു ക്ലബിൽ ജോലി കിട്ടുകയാണ്. അവിടെ ഒരു വെയിറ്ററായിട്ടാണ് ജോലി കിട്ടുന്നത്. അപ്പോൾ അവിടെ ആദ്യം ജോലി ചെയ്യുന്ന 2-3 പെൺകുട്ടികൾ നായികയോട് ഒരു ഫോട്ടോഷൂട്ടിന്റെ കാര്യത്തെ പറ്റി പറയുകയാണ്. നീ നല്ല സുന്ദരിയാണ്, അതുകൊണ്ട് തന്നെ നീ ഇവിടെ ഫോട്ടോഷൂട്ടിന് പോയി കഴിഞ്ഞാൽ നിനക്ക് ഡെയിലി $800 വെച്ച് തരും. അതുമാത്രമല്ല, പിന്നെ നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ആ ഒരു പെൺകുട്ടി പറയുകയാണ്. ഇതേ സമയം ക്ലബിൽ 2-3 പേര് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരുത്തനാണെങ്കിൽ നമ്മളുടെ നായികയെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നായികയുടെ ഫ്രണ്ടും അതേപോലെ തന്നെ ഹൗസ് ഓണറുമായിട്ടുള്ള ചെക്കനും സാൻ ഫ്രാൻസിസ്കോ മൊത്തം ചുറ്റിക്കറങ്ങുകയാണ് അടിച്ചു പൊളിച്ച്. പിന്നീട് കാണിക്കുന്ന സീനിൽ ക്ലബിൽ വന്ന ആ ഒരു പയ്യൻ നമ്മളുടെ നായികയുമായി വന്ന് ഒലിപ്പിച്ച് സംസാരിക്കുകയാണ്. എന്നിട്ട് അവന്റെ പാട് നോക്കി പോയി. അവൻ ഒരു വക്കീലാണ് കേട്ടോ.
പിന്നീട് നമ്മുടെ നായിക റൂമിലോട്ട് വന്ന് കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നായികയുടെ ഫ്രണ്ടും കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. രണ്ടുപേരും കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് നമ്മുടെ നായിക അവളുടെ നൗഡായിട്ടുള്ള ശരീരം കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നോക്കുകയാണ്. എന്നിട്ട് ആ ക്ലബിൽ ആ ഒരു പെൺകുട്ടി പറഞ്ഞ ആ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ അടുത്തേക്ക് നമ്മുടെ നായിക പോവുകയാണ്. അവിടെ പോയിട്ട് അവരുമായി സംസാരിക്കുകയാണ്. അവർ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് അഡൽട്ട് ഫിലിമിൽ ഇങ്ങനെ ഫോട്ടോഷൂട്ട് എടുക്കാൻ താല്പര്യപ്പെട്ടു വന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നായിക പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഞാൻ ചെയ്യുന്ന ക്ലബ്ബിലെ വെയിറ്ററുടെ ജോലിയുള്ള ശമ്പളം എനിക്ക് തീരെ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ ആ ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ സ്കില്ല്? നിങ്ങൾ സോളോ ആയിട്ടാണോ അതോ പെയർ ആയിട്ടാണോ അതോ ഗ്രൂപ്പായിട്ടാണോ നിങ്ങൾ അഡൽട്ട് കണ്ടന്റ് ചെയ്യാൻ താല്പര്യമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മളുടെ നായിക സോളോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് നായിക പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ത്രീ നായികയുമായി ഒരു എഗ്രിമെൻ്റ് എല്ലാം കൊടുത്തിട്ട് സൈൻ ചെയ്യിക്കുന്നുണ്ട്. നേരെ മേക്കപ്പ് റൂമിലേക്കാണ് പോകുന്നത്. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഡയറക്ടർ ഒരു സ്ത്രീയാണ്. ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് പിന്നെയും ക്ലബിലേക്ക് പോയിട്ട് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒലിപ്പീരി പയ്യനുണ്ടല്ലോ, അവൻ വന്നിട്ട് നമ്മുടെ നായികയെ പ്രപ്പോസ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മറുപടിയായി നമ്മുടെ നായികയും ഓക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഒലിപ്പീരി പയ്യൻ ഒരു അഡ്രസ്സ് കൊടുത്തിട്ട് പറയുകയാണ്, നാളെ എൻ്റെ വീട്ടിൽ ഒരു ഗംഭീര പരിപാടിയുണ്ട്, ഒരു പാർട്ടിയുണ്ട്, നീ ഉറപ്പായിട്ടും വരണം എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്രസ്സ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ നായിക തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് നായികയുടെ ഫ്രണ്ടിനോട് പറയുകയാണ് ഈ കാര്യമെല്ലാം. ഇതേ സമയം നമ്മുടെ ഫോട്ടോഷൂട്ട് ഡയറക്ടർ ഉണ്ടല്ലോ, ആ ഒരു സ്ത്രീ ഒരു ലെസ്ബിയനാണ്. അതായത് ആ ഒരു സ്ത്രീയുടെ കൂടെ ഒരു പെണ്ണാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല നമ്മുടെ നായികയുടെ ഫോട്ടോഷൂട്ട് വീഡിയോസ് എടുത്ത് നോക്കിയിട്ട് റൊമാൻറ്റിക് ആയിട്ട് അത്രയധികം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡയറക്ടറായിട്ടുള്ള ആ ഒരു സ്ത്രീ. അപ്പോൾ ആ ഒരു ഡയറക്ടർ സ്ത്രീയുടെ ഗേൾ ഫ്രണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് രണ്ടുപേരും നല്ല വഴക്കാവുകയാണ്. പിറ്റേന്ന് നമ്മുടെ ഒലിപ്പീരി പയ്യന്റെ വീട്ടിലേക്ക് നമ്മുടെ നായിക പോവുകയാണ്. എന്നിട്ട് ഒലിപ്പീരി പയ്യൻ അവന്റെ അമ്മയുമായി നായികയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നായികയുമായി ഒലിപ്പീരി പയ്യൻ ടെറസിന്റെ മേലെ പോയിട്ട് നല്ല റൊമാൻറ്റിക് ചെയ്യുകയാണ്. തിരിച്ച് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിനിയുടെ അമ്മയും പെങ്ങളും സെന്റ് ഫ്രാൻസിസ്കോയിലെ ആ ഒരു വീട്ടിലെ ഒരു ഓണർ പയ്യനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട നമ്മുടെ നായികയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഷോക്കാണ് ലഭിച്ചത്. നായിക പോയി കുളിച്ച് റെഡിയായി വന്നു. അപ്പോൾ നമ്മളുടെ നായികയുടെ പ്രണയം അമ്മയ്ക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അമ്മ പറയുന്നു, നമ്മളുടെ ഇന്നത്തെ ഡിന്നറിന് ആ ഒരു പയ്യനെ വിളിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് എന്നിട്ട് അവർ റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്. പക്ഷേ അവർ കാത്തിരുന്നത് പോലെ ആ ഒരു പയ്യൻ അവിടെ വന്നില്ല. ഇതുകൊണ്ട് തന്നെ നായികയുടെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. പിന്നെ വന്നിട്ട് നമ്മുടെ ഒലിപ്പീരി പയ്യൻ പറയുന്നുണ്ട്, വരാൻ പറ്റിയില്ല, എന്നോട് ക്ഷമിക്കണം, രാത്രി എനിക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങോട്ട് വരാൻ പറ്റാത്തതെന്ന് നായികയോട് പറയുകയാണ്. നായികയെ സമാധാനപ്പെടുത്തുകയാണ്. വീട്ടിൽ പോയിട്ട് നായിക അമ്മയോട് പറയുകയാണ്, നിന്റെ കാര്യം നിന്റെ ജീവിതം നീ തന്നെ നോക്കിയില്ലേ, പിന്നെ എന്തിനാണ് ഞാൻ? അങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആ ഒരു ചെറിയ പെൺകുട്ടിയുമായി നാട്ടിലേക്ക് പോവുകയാണ്. ഇതേ സമയം അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഒരു ഡയറക്ടർ സ്ത്രീയാണ്. ഗേൾ ഫ്രണ്ട് അവരുമായി കുറച്ച് ദിവസമായിട്ട് മുട്ടൻ അലമ്പാണ്. ഇപ്പോൾ ആ ഒരു ഡയറക്ടറെ ഒഴിവാക്കിയിട്ട് ഗേൾ ഫ്രണ്ട് വേറെ ആരുടെ കൂടെ പോയിരിക്കുകയാണ്. ഇതറിഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ് ഡയറക്ടറായിട്ടുള്ള ഒരു പെണ്ണ്. ഇതൊക്കെ കൊണ്ട് തന്നെ അവർ കുറെ മൂഡ് ഓഫ് ആയിരുന്നു. അവർക്ക് അവരുടെ അഡൽട്ട് സിനിമയിലെ ഡയറക്ഷൻ കറക്റ്റായിട്ട് നടത്താത്തത് കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നായിക സോളോ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അവർ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. എന്താണെന്നാൽ സോളോ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നായികയെ മെയിൽ ഒരാളുമായിട്ട് അഡൽട്ട് കണ്ടന്റ് അവതരിപ്പിക്കുകയാണ്. ഇതറിഞ്ഞ നമ്മുടെ ഒലിപ്പീരി പയ്യൻ, അതായത് അവളുടെ ലവർ, ഇതെല്ലാം അറിയുകയാണ്. നായികയുടെ കൂടെ അഭിനയിച്ച ആ ഒരു പയ്യനെ അടിക്കുവാൻ വേണ്ടി അവൻ ബാറിലേക്ക് വരികയാണ്. അവിടെ എന്താണ് നടന്നതെന്നാൽ ലവറിനെ അവിടുത്തെ ഗുണ്ടകൾ എല്ലാവരും കൂടി കൈകാര്യം ചെയ്യുകയാണ്. ഇതെല്ലാം ലവർ നമ്മുടെ നായികയോട് പറയുകയാണ്, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിനക്കറിയാമോ? ഇതൊന്നും നീ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ ചെയ്യുന്നവളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ ലവ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോവുകയാണ്. ഇതെല്ലാം കേട്ട് നമ്മുടെ നായിക കരഞ്ഞുകൊണ്ട് റൂമിലോട്ട് വരികയാണ്. അപ്പോൾ നായികയുടെ ഫ്രണ്ട് അവൻ റൂമിലിരുന്ന് എന്താണ് ചെയ്തതെന്നാൽ നായിക അഭിനയിച്ച ആ ഒരു അഡൽട്ട് കണ്ടന്റ് കണ്ട് അഡൽട്ട് സിനിമ കണ്ടുകൊണ്ട് അവൻ സ്വയംഭോഗം ചെയ്യുകയാണ്. ഇതറിഞ്ഞ നായിക ആ ഒരു ഫ്രണ്ടുമായി നല്ല വക്കാണം കൂടുകയാണ്, നല്ല വർത്തമാനമാവുകയാണ്. എന്നിട്ട് അവിടെ അവളുടെ ലഗേജ് എല്ലാം എടുത്തിട്ട് അവൾ പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ഒരു ബാറിൽ പോയിട്ട് മദ്യം അടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ആ ഒരു ലേഡി ഡയറക്ടർ ഉണ്ടല്ലോ അവിടെ വരികയാണ്. എന്താണ് ഇങ്ങനെ ശോകമടിച്ചിരിക്കുന്നത്? നായികയുടെ കാര്യങ്ങളൊക്കെ അറിയുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം ആ ഒരു ലേഡി ഡയറക്ടർ പറയുന്നുണ്ട്, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ കൂടെ വായോ എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടുപോയിട്ട് അഡൽട്ട് സിനിമ ഡയറക്ടർ ആക്കുകയാണ്. അങ്ങനെ അവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കഥ മുന്നോട്ട് പോവുകയാണ്. ഇതോടെ ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ കമന്റിൽ പറയുക. ഇതേപോലെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ല വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം.
ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വരുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത നല്ല കണ്ടന്റുമായി കാണാം. അതുവരയ്ക്കും ടാറ്റ, ബൈ.